ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റ്, മാലഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. എൻ്റെ പേര് ജിനറ്റ് ലോറൻസ്. ഞാൻ മാത്തമാറ്റിക്സ് ഓപ്ഷൻ അധ്യാപിക വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്? Adjustment is the process of getting along with one's own self and with others. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ചുറ്റുപാടുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു, അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 സൈക്കോളജിസ്റ്റ് നമുക്ക് 3 ഡെഫിനിഷൻ തരുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഷാഫർ, അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ മെയിൻറ്റെയിൻസ് എ ബാലൻസ് ബിറ്റ്വീൻ ഹിസ് നീഡ്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ നീഡ്സ്. According to Webster, establishment of a satisfactory relationship as representing harmony, conformance, adaptation, or the like. According to Good, the process of finding and adopting modes of behavior suitable to the environment or the changes in the environment is called adjustment. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ചുറ്റുപാടുമുള്ള അവന് കിട്ടുന്ന അവസരങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു, അതിനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ വരുന്ന മറ്റൊരു പദമാണ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഫോൾട്ടി ഓർ അൺസാറ്റിസ്ഫാക്ടറി അഡ്ജസ്റ്റ്മെൻറ്റ്. അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അതായത് ഒരു വ്യക്തിക്ക് തൻ്റെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഡിസ്ഹാർമണി ബിറ്റ്വീൻ ദ പേഴ്സൺ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. ഒരു വ്യക്തിയും അവൻ്റെ ചുറ്റുപാടും തമ്മിൽ ചേർന്ന് പോകാൻ കഴിയാത്ത ഒരവസ്ഥ. ഓൾവേസ് റിസൾട്ട് ഫ്രം ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഈ മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ പറയേണ്ട മെയിൻ 2 കാര്യങ്ങളാണ് ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഈ ഫ്രസ്ട്രേഷനും കോൺഫ്ലിക്റ്റും കാരണമാണ് ഈ മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. പിന്നെ എന്താണ് ഈ ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, അവരുടെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രസ്ട്രേഷൻ, ഇമോഷണൽ ടെൻഷൻ റിസൾട്ടിങ് ഫ്രം ദ ബ്ലോക്കിംഗ് ഓഫ് എ ഡിസയർ. നമ്മുടെ ഒരു ആഗ്രഹം നടക്കാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു വിഷമം, ആ ഒരു ടെൻഷനെയാണ് ഫ്രസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് ഒരു ടീച്ചറിനെ പ്ലീസ് ചെയ്യണം, പക്ഷേ എല്ലാ പ്രാവശ്യവും ആ ടീച്ചറുടെ സബ്ജക്റ്റിന് ആ കുട്ടിക്ക് മാർക്ക് കുറയാണ്. അപ്പോൾ ടീച്ചറിനെ പ്ലീസ് ചെയ്യണം എന്ന ആ ഡിസയർ നടക്കാതെ പോകുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരം, അതിനെയാണ് ഫ്രസ്ട്രേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ഈസ് കോൺഫ്ലിക്റ്റ്. The state of tension brought by the presence of 2 or more opposing desires in the individual. നമുക്കറിയാം, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? 2 എതിർ ടീമുകൾ വേണം കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ. അതുപോലെ തന്നെ 2 ഓപ്പോസിങ് ഡിസയേഴ്സ്, ആ 2 ഓപ്പോസിങ് ഡിസയേഴ്സിൽ ഏത് ചൂസ് ചെയ്യണം? അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ഇതിനാണ് കോൺഫ്ലിക്റ്റ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ലെവിൻ ഈ കോൺഫ്ലിക്റ്റിനെ പറയുന്നത് ക്ലാഷ് ഓഫ് മോട്ടീവ്സ്, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ തമ്മിലുള്ളൊരു ക്ലാഷ്, അതിനെയാണ് ലെവിൻ കോൺഫ്ലിക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കോൺഫ്ലിക്റ്റിന് നമുക്ക് 3 രീതിയിൽ തിരിക്കാം. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആൻഡ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ 2 ഡിസൈറബിൾ ഓൾട്ടർനേറ്റീവ്സ്, കോഗ്നിറ്റീവ് ഡിസണൻസ്. അതായത് 2 ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ അറ്റ് എ ടൈം ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേത് കാര്യം ചൂസ് ചെയ്യണം? ഒരു കുട്ടിക്ക് നന്നായി പാട്ട് പാടാനും അറിയാം, നന്നായി ഡാൻസ് കളിക്കാനും അറിയാം, പക്ഷേ അറ്റ് എ ടൈം ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് കോമ്പറ്റീഷന് പങ്കെടുക്കണം? അപ്പോൾ മനസ്സിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെയാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഡിസയേർഡ് പ്രൊഡക്റ്റ്, ഗിൽറ്റ് ഓഫ് ഡിസയർ ഒക്കർ. അതായത് ചെയ്യാനുള്ളൊരു ആഗ്രഹം, ആ കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് ഒരു പോസിറ്റീവ് എഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ അതിലേത് സ്വീകരിക്കണം? നെഗറ്റീവ് എഫക്റ്റ് ഒഴിവാക്കണോ അതോ പോസിറ്റീവ് എഫക്റ്റ് സ്വീകരിക്കണോ? അതിനെയാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ഈസ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതായത് 2 ഡിസയേഴ്സ്, 2ഉം അൺഡിസയറബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണ്. 2നും താല്പര്യമില്ല. അപ്പോൾ അതിലേത് ചൂസ് ചെയ്യണം? അതായത് മരുന്ന് കഴിക്കണോ ഹോസ്പിറ്റലിൽ പോയി കിടക്കണോ? 2ഉം താല്പര്യമില്ല. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും.
അപ്പോൾ മരുന്ന് കഴിക്കാതിരുന്നാൽ ഹോസ്പിറ്റലിൽ പോകണോ അതോ മരുന്ന് കഴിക്കണോ, രണ്ടും അൺഡിസൈറബിൾ ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്. അപ്പോൾ അതിനാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതിലേത് ചൂസ് ചെയ്യണം, അപ്പോഴാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. അപ്പോൾ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ടു ഡിസൈറബിൾ ഓൾട്ടർനേറ്റീവ്സ്. അപ്രോച്ച് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡിസയറുടെ പോസിറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. അതിലേത് ചൂസ് ചെയ്യണം, അതാണ് അപ്രോച്ച് അവോയ്ഡൻസ് പറഞ്ഞാൽ രണ്ട് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ്. ഇതാണ് മൂന്നും കൊണ്ട് അർത്ഥാക്കുന്നത്. ഇനി നെക്സ്റ്റ് പിക്ചറിൽ നമുക്ക് ക്ലിയർ ആയി കാണാം. അതായത് ഫസ്റ്റ് അപ്രോച്ച് പറഞ്ഞാൽ പിസ്സ വേണോ ബർഗർ വേണോ, രണ്ടും ഇഷ്ടമാണ്, അതിലേത് സെലക്ട് ചെയ്യണം. രണ്ടാമത്തേൽ ഐസ്ക്രീം കഴിക്കണോ വെയിറ്റ് കൂടും, ഐസ്ക്രീം കഴിച്ചാൽ വെയിറ്റ് കൂടും. അപ്പോൾ ഐസ്ക്രീം കഴിക്കാതിരിക്കണോ അതോ വെയിറ്റ് കൂടണോ, അതായത് കഴിക്കാതിരുന്നാൽ വെയിറ്റ് കുറയും, കഴിച്ചാൽ വെയിറ്റ് കൂടും. അപ്പോൾ അതിലേത് ഒരു പോസിറ്റീവും നെഗറ്റീവും ആസ്പെക്റ്റ് അതിൽ വരുന്നുണ്ട്, അപ്പോൾ അതിന് ഏത് സ്വീകരിക്കണം, അതാണ് അപ്രോച്ച് അവോയ്ഡൻസ്. നെക്സ്റ്റ് അവോയ്ഡൻസ്, അതായത് ഒന്നെങ്കിൽ മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം, രണ്ടും താല്പര്യമില്ല, രണ്ടും അവോയ്ഡ് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ അതിലേത് ചൂസ് ചെയ്യണം, അതാണ് അവോയ്ഡൻസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. An unconscious psychological strategy adopted by the individual to tackle a frustrating situation. അതായത് ഒരു ഫ്രസ്ട്രേഷൻ വരുന്നൊരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ, അത് അൺകോൺഷ്യസ് ആയിട്ടായിരിക്കും ആ വ്യക്തി ചെയ്യുന്നുണ്ടാവുക. ആ കാര്യങ്ങളിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ഒരു 10 ടൈപ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഡിഫെൻസ് മെക്കാനിസം. അതായത് ആ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടി, അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10 ടൈപ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അഗ്രഷൻ, കോമ്പൻസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, നെഗറ്റിവിസം, വിഡ്രോവൽ, റിഗ്രഷൻ, റിപ്രഷൻ, സബ്ലിമേഷൻ. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നമുക്ക് നോക്കണം. ഫസ്റ്റ് വൺ ഈസ് അഗ്രഷൻ. എന്താണ് അഗ്രഷൻ? ഇറ്റ് അറൈസസ് ഫ്രം ഫ്രസ്ട്രേഷൻ. ഇൻഡിവിജ്വൽ അഡോപ്റ്റ്സ് ദ മെക്കാനിസം ബൈ അറ്റംപ്റ്റിംഗ് ടു ഡിസ്ട്രോയ് ദ സോഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ മൂലമാണ് അഗ്രഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഡിസ്ട്രോയ് ചെയ്യാനാണ് ആ ഇൻഡിവിജ്വൽ നോക്കുക. എക്സാമ്പിൾ, ദ ബോയ് ഹൂ ഈസ് ഇൻസൾട്ടഡ് ബൈ ഹിസ് ഫ്രണ്ട്സ് അറ്റാക്സ് ഹിം ഫിസിക്കലി. അതായത് ഒരു ഫ്രണ്ട് ഒരു കുട്ടിയെ ഇൻസൾട്ട് ചെയ്തു, അപ്പോൾ തന്നെ ആ ഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്യുക, അതാണ് വൺ ടൈപ്പ് ഓഫ് അഗ്രഷൻ. ഇതിന് നമ്മൾ ഡയറക്റ്റ് അഗ്രഷൻ എന്ന് പറയുന്നത്, അതായത് ആ ചെയ്ത വ്യക്തിയെ തന്നെ ഉപദ്രവിക്കുന്നതാണ് ഡയറക്റ്റ് അഗ്രഷൻ. നെക്സ്റ്റ്, ദ ബോയ് ഹൂ ഈസ് റിഡിക്യൂൾഡ് ബൈ ദ ടീച്ചർ പുഷസ് അനദർ ബോയ് ഇൻ ടു എ മഡ്. അതായത് ടീച്ചറാണ് റിഡിക്യൂൾ ചെയ്തത്, പക്ഷേ ഉപദ്രവിക്കുന്നത് മറ്റൊരു കുട്ടീനെയാണ്. ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് വേറൊരു കുട്ടീൻ്റെ അടുത്താണ്. അതിനപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് അഗ്രഷൻ എന്ന് പറയും. അപ്പോൾ അഗ്രഷൻ 2 ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് അഗ്രഷൻ ആൻഡ് ഇൻഡയറക്റ്റ് അഗ്രഷൻ. അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഇത് കുറച്ച് ഡിസ്ട്രോയബിൾ ആണ്. നെക്സ്റ്റ് ഈസ് കോമ്പൻസേഷൻ. Compensation is a mechanism by which an individual tries to cover up his deficiency in one field by exhibiting his strength in another field. അതായത് ഒരു വ്യക്തി ഒരു കാര്യത്തിൽ കുറച്ച് വീക്കാണെങ്കിൽ വേറൊരു ഫീൽഡിൽ ആ കുട്ടി നല്ല ഹൈ ലെവലായിരിക്കും. അപ്പോൾ ആ കുട്ടി കോമ്പൻസേറ്റ് ചെയ്യാണ്, ഇതിൽ എനിക്ക് ഇത്തിരി അല്പം ഞാൻ വീക്കാണെങ്കിലും മറ്റേതിൽ ഞാൻ നന്നായി സ്കോർ ചെയ്യേണ്ടത്, അങ്ങനെ ആ കുട്ടി അതിന് വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യാണ്. അതിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ ബോയ് ഹൂ ഫെയിൽസ് ഇൻ അക്കാദമിക് സബ്ജക്ട്സ് മേ ഹാവ് സെൽഫ് എസ്റ്റീം ബൈ ഡിസ്റ്റിങ്ക്വിഷിംഗ് ഹിംസെൽഫ് ഇൻ അത്ലറ്റിക്സ്. ഒരു കുട്ടിക്ക് അക്കാദമിക്സിൽ മാർക്ക് കുറവാണെങ്കിലും അത്ലറ്റിക്സിൽ ആ കുട്ടി നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്, അപ്പോൾ അങ്ങനെ ആ കുട്ടി കോമ്പൻസേറ്റ് ചെയ്യണു, അതിനാണ് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ. An individual is found to achieve satisfaction from the success of other person, groups or institution by identify himself with them. അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു സക്സസ്, അതായത് ആ കുട്ടി സന്തോഷം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിൻ്റെ സക്സസ്സിൽ നിന്നാണ് സന്തോഷം ലഭിക്കുന്നത്. താനും ആ ഗ്രൂപ്പിലെ ഒരു അംഗമാണ്, താനും ഒരു ആ ഗ്രൂപ്പിലൊരാളാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആ കുട്ടി വരുത്താണ്. അങ്ങനെ ആ കുട്ടി അവനെ തന്നെ മറ്റുള്ളവരിൽ കാണുന്നു, അങ്ങനെ അവരുടെ സക്സസ് സ്വന്തം സക്സസ്സായി അംഗീകരിക്കുന്നു. നമുക്കറിയാം ഈ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ നടക്കുമ്പോൾ അവരുടെ ടീം ജയിച്ചാലും ആ ടീമിനെ സപ്പോർട്ട് ചെയ്യണ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊജക്ഷൻ. സീയിങ് വൺസ് ഓൺ ഡിഫെക്ട്സ് ഇൻ അതേഴ്സ്. നമ്മളെല്ലാവരും ചെയ്യുന്നതാ, ഒരാളുടെ കുറ്റം മറ്റൊരിതിന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക്
അയാൾ കാരണമാണ് അല്ലെങ്കിൽ ആ വസ്തു കാരണമാണ് എനിക്കിതുണ്ടായത് എന്ന് പറയുന്നതിനാണ് പ്രൊജക്ഷൻ. നമുക്ക് സ്ഥിരം ഉള്ളതാണ്. നമ്മൾ എക്സാമിന് എന്താ പറയുക, മാർക്ക് കുറഞ്ഞ നമ്മൾ എന്ത് പറയും? ടീച്ചർ കാരണമാണ് നമ്മുടെ മാർക്ക് കുറഞ്ഞത്. അതായത് സീയിങ് വൺസ് ഓൺ ഡിഫക്ട്സ് ഇൻ അതേഴ്സ്, അതാണ് പ്രൊജക്ഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടെന്നീസ് പ്ലെയർ ആളുടെ ബോൾ നെറ്റിൻ്റെ ഉള്ളിൽ വീണു. അപ്പോൾ ടെന്നീസ് പ്ലെയർ എന്ത് നോക്കണം? റാക്കറ്റിന് നോക്കണം. ഇനി റാക്കറ്റിൻ്റെ കുഴപ്പമാണോ ബോൾ നെറ്റിൻ്റെ ഉള്ളിൽ വീണത്? പക്ഷേ ടെന്നീസ് പ്ലെയറിൻ്റെ കുഴപ്പമായിരുന്നു. പക്ഷെ അത് റാക്കറ്റിൻ്റെ ആണോ എന്ന് പറയുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ഈസ് റാഷണലൈസേഷൻ. Individual justify his shortcomings, failures and incompetence by giving false reason. അതായത് നമ്മുടെ പോരായ്മകൾ, നമ്മുടെ തോൽവികൾ, അതൊക്കെ ചില തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല, അതാണ് റാഷണലൈസ് ചെയ്ത് സംസാരിക്കുക. അതിനാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ടു ടൈപ്സ് ഓഫ് റാഷണലൈസേഷൻ ഉണ്ട്: സോർ ഗ്രേപ്പിസം ആൻഡ് സ്വീറ്റ് ലെമണിസം. സോർ ഗ്രേപ്പിസത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറയാണ്, ഇപ്പം മാർക്ക് കൂട്ടി കിട്ടിയിട്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അപ്പോൾ അതിന് പറയേണ്ടതാണ് സോർ ഗ്രേപ്പിസം. നമ്മൾ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന് പറയില്ലേ, അതുപോലെ. ഇനി നെക്സ്റ്റ് സ്വീറ്റ് ലെമണിസം. അതായത് ഒരു വ്യക്തിയുടെ ജോലി പോയി. ഇപ്പോൾ ജോലി പോയപ്പോൾ ആ വ്യക്തി പറയാണ്, ജോലി പോയത് നന്നായി, എന്നാലും അതുകൊണ്ട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ഒരു റാഷണലൈസേഷൻ ടെക്നിക്കാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്വീറ്റ് ലെമണിസം. ഇപ്പോൾ ടു ടൈപ്പ് ഓഫ് റാഷണലൈസേഷൻ ഉണ്ട്: സോർ ഗ്രേപ്പിസം ആൻഡ് സ്വീറ്റ് ലെമണിസം. The next is negativism, the type of defiant behavior in which there is an active refusal to carry out request. This is a mechanism by which an individual draws the attention of others. നെഗറ്റിവിസം എന്ന് പറയുന്നത് എന്തിനോടും ഒരു റിഫ്യൂസൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാം. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യണ കാര്യങ്ങളാണ്. പക്ഷേ എന്തിനോടൊരു റിഫ്യൂസൽ ബിഹേവിയർ കാണിക്കുന്നതാണ് നെഗറ്റിവിസം. അതായത് ഡിസൊബീഡിയൻസ് ആയിരിക്കും നെഗറ്റിവിസത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ. എന്ത് പറഞ്ഞാലും പറ്റില്ല, നടക്കില്ല എന്ന് പറയുന്നതാണ് നെഗറ്റിവിസം. നെക്സ്റ്റ് ഡിഫെൻസ് മെക്കാനിസം ഈസ് വിത്ഡ്രോവൽ, റിട്രീറ്റിംഗ് ഫ്രം ദ സിറ്റുവേഷൻ ദാറ്റ് കോസ് എ സെൻസ് ഓഫ് ഫെയിലിയർ ഓഫ് ഫ്രസ്ട്രേഷൻ. അതായത് ഒരു പരാജയമോ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക, അതിനെയാണ് വിത്ഡ്രോവൽ എന്ന് പറയുന്നത്. മാറി നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഡേ ഡ്രീമിങ്, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക കാലത്ത് വെറുതെ ഇരുന്ന്. പിന്നെ ബിക്കമിങ് സ്ലീപ്പിംഗ് ഓർ ഡ്രോസി, ഉറക്കം തൂങ്ങിയിരിക്കുക. പിന്നെ യൂസിങ് നാർക്കോട്ടിക്സ്, അതായത് ആ വിഷമൊന്ന് മാറ്റാൻ വേണ്ടി വേറെ പല കാര്യങ്ങളും ചെയ്യുക. അതിനെയാണ് വിത്ഡ്രോവൽ. അതായത് സിറ്റുവേഷനിൽ നിന്ന് നീങ്ങി നിൽക്കുക. അതാണ് വിത്ഡ്രോവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഗ്രഷൻ, റിവേർഷൻ ഓഫ് പ്രോഗ്രസീവ് സീക്വൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിട്ടേൺ ടു എ പ്രിമിറ്റീവ് ഫോം ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. റിഗ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ പണ്ടത്തെ സ്റ്റേജിലേക്ക് തിരിച്ചു വരാം. അതായത് റിവേർഷൻ ഓഫ് പ്രോഗ്രസീവ് സീക്വൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് എപ്പോഴും പ്രോഗ്രസീവാണ്, പക്ഷേ ആ ഒരു വ്യക്തി തിരിച്ചു പോവുക, റിവേഴ്സ് ചെയ്യുക നമ്മുടെ ക്യാരക്ടേഴ്സ്. അതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത് ഒരു വീട്ടിലൊരു പുതിയൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മൂത്ത കുട്ടിക്ക് പാരൻസിൻ്റെയും സ്നേഹം കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് വരും. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? ആ കുട്ടിയുടെ ക്യാരക്ടറും റിവേഴ്സ് ചെയ്യും. ചെറിയ കുട്ടികളുടെ പോലെ വീപ്പിംഗ്, ബെഡ് വെറ്റിംഗ് അതൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് ഈ റിഗ്രഷൻ, അങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ ഓഫ് സീക്വൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇനി എന്താണ് റിപ്രഷൻ? റിപ്രഷൻ എന്ന് പറയുന്നത് ദ മെക്കാനിസം ഇൻ വിച്ച് പെയിൻഫുൾ എക്സ്പീരിയൻസ്, ഷെയിംഫുൾ തോട്ട്സ് ആൻഡ് അൺഫുൾഫിൽഡ് വിഷസ് ആർ പുഷ് ഡൗൺ ഇൻ ടു ദ അൺകോൺഷ്യസ്. അതായത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് സങ്കടങ്ങൾ, നമ്മുടെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, നമ്മുടെ ഷെയിംഫുൾ തോട്ട്സ്, നമ്മുടെ നടക്കാതെ പോയ നമ്മുടെ കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് മനഃപൂർവ്വം തള്ളിയിടുക. അതിനാണ് റിപ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഡ്രോവൽ എന്ന് പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അത് തള്ളിയിടുക. അത് അല്പം നേരത്തേക്ക് ഇപ്പോൾ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് മറന്നു പോകും. അതാണ് റിപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സബ്ലിമേഷൻ. Sublimation means that unacceptable desires are channeled into activities that have strong social approval. അതായത് നമുക്ക് നടക്കാതെ പോയി നമ്മുടെ കുറേ സ്വപ്നങ്ങളുണ്ടാവും, നമ്മുടെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ വിഷമം തീർക്കുന്നത് നമ്മൾ മറ്റ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് നമുക്ക് സൊസൈറ്റിയുടെ അപ്രൂവൽ കിട്ടുന്നത് വഴി, ആ ഒരു സന്തോഷം കിട്ടുന്നത് വഴി നമ്മുടെ മുന്നത്തെ വിഷമങ്ങൾ, എന്താ പറയുക, ആ വിഷമങ്ങൾ, നമുക്ക് നടക്കാത്ത ആഗ്രഹങ്ങളിനെയൊക്കെ നീക്കി നിർത്തുന്നു. നീക്കി നിൽക്കില്ല, അത് കുറച്ച് നേരത്തേക്ക് നമ്മൾ മറക്കുന്നു.
അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുക. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മക്കളില്ലാത്തൊരു വ്യക്തി, ആ വ്യക്തി ആ ഒരു സങ്കടം മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ധാരാളം ഇടപെടുന്നു, അതിൽ സന്തോഷം കണ്ടെത്തുന്നു. അതാണ് സബ്ലിമേഷന് ഒരു എക്സാമ്പിൾ. ഇതോടുകൂടി നമ്മുടെ 10 ഡിഫെൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ മെക്കാനിസം, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം പറഞ്ഞു. ഇനി എന്താണ് നമുക്ക് ടെമ്പർ ടാൻട്രംസ്. അത് കുട്ടികൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് എന്താണെന്ന് കൂടി നോക്കാം. Temper tantrum is a childish fit of bad temper displayed by an individual for the purpose of getting what he wants. It involves a violent, willful outburst of annoyance and rage, etc. അതായത് ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു സാധനം കിട്ടണം, അതിനുവേണ്ടി വാശി പിടിക്കുക എന്ന് പറയില്ലേ, വാശി പിടിക്കാൻ, നിലത്ത് കിടന്ന് ഉരുള, ഓളിയിടുക, അങ്ങനെയൊക്കെ ചെറിയ കുട്ടികൾ നമ്മൾ ചെയ്യണ കാണിക്കാം, അതിനെയാണ് നമ്മൾ ടെമ്പർ ടാൻട്രംസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ എന്ത് സാധനമോ വേണ്ട ആ സാധനം ലഭിക്കുന്നതിന് വാശി പിടിക്കുക, വാശി പിടിക്കാൻ വേണ്ടി ആ കുട്ടി ചെയ്യുന്ന പ്രവർത്തികൾ. ചിലപ്പോൾ ചില കുട്ടികൾ നിരത്ത് കിടന്ന് ഉരുളണ കാണാം, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ടെമ്പർ ടാൻട്രംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: an unconscious psychological mechanism adopted by the individual to tackle a frustrating situation. ഒരു ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാനുള്ള മെക്കാനിസം, അത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എ സ്റ്റുഡൻറ്റ് ജസ്റ്റിഫൈ ഹിസ് ഫെയിലിയർ ഇൻ എക്സാമിനേഷൻ ഡ്യൂ ടു ദ പ്രൊലോങ്ഡ് ഇൽനെസ് ഈസ് യൂസിങ് ദ ഡിഫെൻസ് മെക്കാനിസം. ഏതായിരിക്കും? റാഷണലൈസേഷൻ. Second question answer rationalization. Third question: which is a defense mechanism? ഇതിൽ ഏതാണ് ഒരു ഡിഫെൻസ് മെക്കാനിസം? റിസപ്ഷൻ, പെർസെപ്ഷൻ, റിപ്രഷൻ, സപ്രഷൻ. ആൻസർ റിപ്രഷൻ. Fourth question: a man reflects its anger from his boss to his child is an example of. Answer displacement. Fifth question: which defense mechanism is related to creativity? ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ഡിഫെൻസ് മെക്കാനിസം ഏതായിരിക്കും? സബ്ലിമേഷൻ. Sixth question: Jija who failed in the examination justified that she failed because her teacher failed to remind her on time about the examination. Jija used the mental mechanism. ഏതാണ്? ടീച്ചറിനെയാണ് നമ്മൾ എന്താ പറയുക, ടീച്ചറാണ് കുറ്റം പറയണത്. അപ്പം അതിനെ പ്രൊജക്ഷൻ. ഈ മോഡൽ ക്വസ്റ്റ്യൻസാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിൽ ഉപയോഗിക്കുന്ന ഡിഫെൻസ് മെക്കാനിസമാണ് ചോദിക്കുന്നത്. അപ്പോൾ പലപ്പോഴായി കാണാറുള്ളത് കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ്. ഒരു സിറ്റുവേഷൻ തരും, അതിൽ ഉപയോഗിച്ച ഡിഫെൻസ് മെക്കാനിസം ഏതാണെന്ന് കണ്ടെത്താനാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ഡിഫെൻസ് മെക്കാനിസം അതെങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും നന്നായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.